ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? എന്താ വിശേഷം? ഇതിപ്പോൾ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഉച്ചക്കെല്ലാം ബിരിയാണി കഴിക്കണം എന്ന് തോന്നും. പക്ഷേ മടിയും ഉണ്ടാവും ബിരിയാണി വെക്കാനേ. അപ്പോൾ അല്ലെങ്കിൽ സമയക്കുറവുള്ള ആ ഒരു സമയത്തൊക്കെ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റാണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അടിപൊളി ബിരിയാണി ആവും. എന്താ പറയില്ല, ഞാൻ ചിന്തിക്കുന്ന മുമ്പെല്ലാം ബിരിയാണി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ എത്ര സമയം മുമ്പേ ഒരുങ്ങണം. ഉള്ളി പൊളിക്കൽ, വെളുത്തുള്ളി തൊലിക്കൽ, ഇഞ്ചി, അങ്ങനെ അതിനൊക്കെ തന്നെ ഒരു സമയം കാണലില്ലേ. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമുക്കെല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ബിരിയാണിക്ക് ആ ഒരു സമയമെടുത്ത് വെക്കുന്ന ബിരിയാണിയും ഇതും തമ്മിൽ ടേസ്റ്റ് മാറ്റമൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും പിന്നെ കറിവേപ്പില അതെല്ലാം ഇട്ടിട്ട് കുക്കറിൽ 2-3 വിസിലടുപ്പിച്ചെടുത്ത് പിന്നെ പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിനെ അതിൽ. പിന്നെ പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് അതെല്ലാം ഇതിലേക്ക് തട്ടി നന്നായി വഴറ്റിയതിന് ശേഷം ആദ്യം കുക്കറിൽ ഞാൻ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിനെ. ചിക്കനാണെങ്കിൽ വേവിക്കൊന്നും വേണ്ട, ഈ ഉള്ളി വഴറ്റിയിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ടാൽ മതി. അതായത് വേവിച്ച ഉള്ളിയിലേക്ക്. ബീഫാകുമ്പോൾ ഒരു 4-5 വിസിലൊന്ന് വേവിച്ച് വെക്കണം. അതും ഇതിലേക്കിട്ട് നന്നായി വഴറ്റി കുറച്ച് ഇറച്ചി മസാലപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി എന്തായാലും ചേർക്കണം. അല്ലെങ്കിൽ ബിരിയാണി മസാല, ബീഫ് മസാല വേണമെങ്കിൽ അതും ചേർത്തിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് നല്ലോണം ഒന്ന് വറ്റിച്ച് വെച്ചതാണ്. ഇതുപോലത്തെ അടിപൊളി മസാല റെഡി. ശരിക്കും ഇതിന് ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയ മസാലയാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിന്. തൈര്, ചെറുനാരങ്ങ നീര് അങ്ങനത്തെ ഒന്നും ഞാൻ ആക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ചോറ് എന്തായാലും കുക്കറിലാണ്. കുക്കറിൽ ജീരകശാല അരി 1 ഗ്ലാസ്സിന് 1 കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൽ 1 വിസിലിന് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ദം ചെയ്തു. ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ലാണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അറിയിക്കുക കേട്ടോ അഭിപ്രായങ്ങൾ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തായാലും ഈസി ബിരിയാണി എല്ലാം ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.